ഇന്ന് നമ്മുടെ ഇടയിൽ ദൈവത്തിന്റെ വിളിയെ ഏറ്റെടുത്ത് തന്റെ ജീവിതം സേവനത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു മലയാളി മിഷണറിയെ നമ്മൾ പരിചയപ്പെടുകയാണ്. സ്വന്തം നാട്ടിൽ നിന്നും അപ്പുറം കർണാടകത്തിലെ ജനങ്ങൾക്കിടയിൽ സ്നേഹവും പ്രത്യാശയും വിധിച്ച് ജീവിക്കുന്ന ഒരാളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ടോമി അച്ഛൻ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. ഈ വചനത്തെ ജീവിതമാക്കി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്റെ അനുഭവങ്ങളും ദർശനങ്ങളും കേൾക്കാൻ ഇന്നത്തെ ഈ അവസരത്തിൽ നമുക്ക് ഭാഗ്യം ലഭിക്കും. നമ്മളിന്നുള്ളത് ഭദ്രാവതി ഡയസിസിലാണ്. ഭദ്രാവതി ഡയസിസിലെ ഒരു മിഷൻ പ്രദേശമാണ് നമ്മൾ ഹൊളെഹൊന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. നമുക്ക് ഈ ഹൊളെഹൊന്നൂർ പ്രദേശത്ത് നമ്മുടെ കേരളത്തിലെ തലശ്ശേരി രൂപതയച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ടോമി അച്ഛൻ ഇവിടെ വർഷങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭദ്രാവതി രൂപതയിലാണ് അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നത്. അച്ഛനോട് നമുക്ക് ഈ ഭദ്രാവതി മിഷനെക്കുറിച്ചൊക്കെ ഒന്ന് ചെറുതായ രീതിയിൽ നമുക്കൊന്ന് ചോദിച്ചറിയാം. മാത്രമല്ല നമ്മുടെ കൂട്ടത്തിൽ ഇപ്പം നമ്മുടെ ഇവിടെ കർണാടകത്തിൽ തന്നെ സേവനം അനുഷ്ഠിക്കുന്ന സിസ്റ്റേഴ്സ് ഉണ്ട്. തന്നെയല്ല ഇവിടെ നമ്മുടെ ഈ ഹൊളെഹൊന്നൂർ പ്രദേശത്ത് പ്രവർത്തിക്കുന്നത്. ഇവിടെ നല്ല ഒരു സ്കൂളൊക്കെ ആയിട്ട് പ്രവർത്തിക്കുകയാണ് അവർ. അപ്പം ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചെറിയ രീതിയിലുള്ളൊരു വിവരണം ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള ടോമി അച്ഛനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ടോമി അച്ഛൻ, അച്ഛൻ്റെ വീടും സ്ഥലവും ഒക്കെ ഒന്ന് പറയാമോ അച്ഛാ? എൻ്റെ വീട് തലശ്ശേരി രൂപതയിലെ റയറോമാണ്, ആലക്കോടിനടുത്ത്. ഞാൻ തലശ്ശേരി രൂപതയിലെ വൈദികനാണ്. ഇവിടെ ഈ ഹൊളെഹൊന്നൂർ 3 വർഷമായിട്ട് ഇവിടെ 4ാമത്തെ വർഷമാണ് ഇതിവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിഷൻ പ്രദേശത്ത്. അച്ഛന് കേരളത്തിൽ നിന്ന് നമ്മുടെ ഷിമോഗയിലെ ഭദ്രാവതി എന്ന രൂപതയിലേക്ക് വരാനുണ്ടായ ഒരു കാരണം എന്താണെന്നൊന്ന് പറയാമോ? ഇവിടെയുള്ള മിഷൻ പ്രദേശത്തോടുള്ളൊരു തീക്ഷ്ണതയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കും വളരെയേറെ ഉത്സാഹം തോന്നാറുണ്ട്. കേരളത്തിൻ്റെ അങ്ങേ തലയിലിരിക്കുന്നൊരു അച്ഛൻ ഏകദേശം ഒരു 400 കിലോമീറ്ററോളം താണ്ടി ഈ ഭദ്രാവതിയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ വന്ന് ശുശ്രൂഷ ചെയ്യുന്ന കാണുമ്പോൾ വളരെയേറെ സന്തോഷവും അഭിമാനവും തോന്നാറുണ്ട്. അപ്പോൾ അച്ഛന് ഈ ശുശ്രൂഷയിലേക്ക് ഇവിടേക്ക് വരാനുണ്ടായ ഒരു കാരണമെന്ന് ഞങ്ങളോടൊന്ന് പറയാൻ പറ്റുമോ? എനിക്ക് വൈദികനാകുന്നതിന് മുമ്പ് തന്നെ, വൈദികനാകാൻ ആരംഭത്തിൽ അതേക്കുറിച്ചുള്ള ചിന്തകൾ വന്നപ്പോൾ ഒരു മിഷണറി വൈദികനാകണമെന്നായിരുന്നു ആഗ്രഹം. വൈദികനായതാണ്. പിന്നെ അവിടെ 10-13 വർഷം അവിടെ സേവനം ചെയ്തപ്പോൾ അതിനിടയിൽ വെട്ടിക്കലച്ഛന് ഞാൻ അച്ഛൻ്റെ കൊച്ചനായിട്ടുണ്ടായിരുന്നു ഇവിടെ നെല്ലിക്കാമ്പൊയിൽ. അച്ഛൻ ഇവിടെ VG ആയിട്ട് വന്ന സമയത്ത് ഇവിടെ അച്ഛന്മാരെ കുറവുണ്ട്, അച്ഛനെ പോലുള്ളവരെയൊക്കെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ വിളിച്ചപ്പോൾ ഒരു മിഷന് സേവനം ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഇവിടെ വന്നതാണ്. ഇവിടെ വന്ന് ആരംഭത്തിലുണ്ടായിരുന്ന മലയാളി കമ്മ്യൂണിറ്റിയിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഉള്ളത് ഒരു മിഷൻ പ്രദേശത്താണ്, ശരിക്കും വിശ്വാസത്തിലേക്ക് ഞാൻ വരുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദൈവാനുഭവവും തീഷ്ണതയും ആത്മീയ സംതൃപ്തിയുമൊക്കെ അത് വേറെ ഒരിടത്തും കിട്ടാത്ത, അതുകൊണ്ട് ഇങ്ങനെ പോകാതെ ഇവിടെ തന്നെ ഇങ്ങനെ തുടരണമെന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്നത്. വളരെ സന്തോഷം വെച്ചാൽ ഇവിടെ ഒത്തിരിയേറെ പാവപ്പെട്ട ജനങ്ങളാണല്ലോ. ഇപ്പോൾ നമ്മൾ പല കുടുംബങ്ങളിലൂടെയൊക്കെ പോകുമ്പം പാവപ്പെട്ട ജനങ്ങളാണ്. ഇവിടെ ഒരു കൊച്ചു ഇടവകയായിട്ടൊക്കെ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ ഈ ഇടവക ജനങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുമ്പം അച്ഛന് ഈ ഇടവക ജനങ്ങളുടെ ഒരു സഹകരണത്തെക്കുറിച്ചൊക്കെ ഒന്ന് ഞങ്ങളോടൊന്ന് പറയാമോ അച്ഛാ? ഇവിടുത്തെ ജനം തമ്പുരാനെ കേൾക്കാനും അറിയാനും വചനം കേൾക്കാനും അത് അറിയാനും ഒരുപാട് ആഗ്രഹിക്കുന്ന ജനമാണ്. നമുക്ക് ഭാഷയുടെ ഒരു വലിയ പ്രശ്നമുണ്ട്. എന്നാൽ ഭാഷയിലെ കുറവുകൾ വന്നാൽ പോലും ക്ഷമയോടെ സമയം തമ്പുരാന് വേണ്ടി കൊടുത്ത് വചനം കേൾക്കാൻ വേണ്ടി ദാഹിച്ചു വരുന്ന ഒരു വലിയ ജനം. ഞാൻ ഈ ഞായറാഴ്ചകൾ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ കുർബാനയ്ക്ക് വരുന്ന ജനവും അവരുടെ തീഷ്ണതയും കണ്ടു കഴിഞ്ഞാൽ ഈ നാട് വിട്ടു പോകാൻ നമുക്ക് തോന്നില്ല. അത്രയും വചനത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ജനത്തെ ഞാൻ ഇതുവരെ കേരളത്തിൽ നമ്മുടെ വലിയ തീഷ്ണതയായ വിശ്വാസികളുടെ ഇടയിൽ പോലും കണ്ടില്ല. ഞായറാഴ്ചകളൊക്കെ ഒരു ആചരണം പോലെ ചടങ്ങ് തീർത്ത് പോകാനൊക്കെയാണ്. ഇവിടെ വരുന്നവർ ദൈവത്തിൻ്റെ ഭവനമാണെന്നും അവിടെ എത്ര സമയം ചിലവഴിക്കാനും എത്ര നേരം വചനം കേൾക്കാനും അതിനുവേണ്ടി ദാഹിച്ചു വരുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മളെ വിശ്വാസത്തിൽ ഒരുപാട് ആഴപ്പെടുത്തുകയും തമ്പുരാനോട് ഒത്തിരി അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് ഇവിടെയുള്ളത്. ഓക്കെ അച്ഛൻ, ഞാൻ അച്ഛനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അച്ഛൻ കേരളത്തിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ അച്ഛൻ കന്നഡ പഠിച്ചതാണോ, അല്ലെങ്കിൽ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന മലയാളികളായിട്ടുള്ളവർ ഉണ്ടോ, അല്ലെങ്കിൽ കന്നഡ ജനങ്ങളിൽ മാത്രമാണോ അച്ഛൻ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നത്? ഇവിടെ വന്നിട്ട് ഇപ്പോൾ 11ാമത്തെ വർഷമാണിത്. ഞാൻ വന്നപ്പോൾ എന്നാർപുരം സൈഡ് അവിടെ മുഴുവൻ മലയാളികൾ മാത്രമുള്ള ഒരു ഇടവകയിൽ 4 വർഷം ഉണ്ടായിരുന്നു. അവിടെ മലയാളം മാത്രമേ ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു കന്നഡ പാരീഷ് ഒരു മിഷൻ പ്രദേശം ഉണ്ടെന്ന് അന്ന് എനിക്ക് യാതൊരു ഗ്രാഹ്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കന്നഡ പഠിക്കാൻ യാതൊരു താല്പര്യവും കാണിച്ചില്ല. 4 വർഷം ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞ് പിതാവിനെ
കാനഡ പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂർ വിട്ടു, സഭാ കോളേജിൽ വർക്ക് ചെയ്യാൻ വേണ്ടി. അത് പഠിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു പ്രദേശത്തേക്ക് വരാൻ ആരും തയ്യാറായിട്ടില്ലാതെന്ന് കേട്ടപ്പോൾ ഞാൻ ഏറ്റെടുത്ത്. അന്ന് വരുമ്പോൾ എനിക്ക് ഭാഷ ഒന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് സിസ്റ്റേഴ്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടി പഠിച്ച് ജനത്തോട് സംസാരിച്ച്, പിന്നെ തമ്പുരാൻ തന്നു. നമുക്ക് അധികം സംസാരിക്കാനൊന്നും ഇപ്പോഴും പറ്റില്ലെങ്കിലും ദേവാലയത്തിൽ നിന്ന് കഴിയുമ്പോൾ വചനം പ്രഘോഷിക്കേണ്ട സമയത്ത് തമ്പുരാൻ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഭാഷ, അവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഭാഷ നമുക്ക് തമ്പുരാൻ തരുന്നുണ്ട്. വചനം പങ്കുവയ്ക്കാനും വിശ്വാസത്തിൽ വളരാനും ഒക്കെയുള്ള സാഹചര്യം. ഒരുപാട് സന്തോഷം അച്ഛനെ ഇങ്ങനെ കാണാനും പരിചയപ്പെടാനും ഒക്കെ ഞങ്ങൾക്ക് വലിയ ഞങ്ങളൊരു വലിയ പോസിറ്റീവ് എനർജി അച്ഛനിൽ നിന്ന് ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം ഒത്തിരി ജനങ്ങൾക്ക് അച്ഛൻ്റെ അടുത്ത് വരുവാനും, ഇപ്പോൾ അച്ഛനായിട്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറയുകയുണ്ടായി, കേരളത്തിൽ നിന്നൊക്കെ ഈ മിഷൻ പ്രദേശം കാണാനൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇവിടെയുള്ള ജനങ്ങളെ സന്ദർശിക്കാനും ഇവിടെ പല രീതിയിൽ സഹായങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് പല ജനങ്ങളും മുന്നോട്ട് കടന്നു വരാൻ ഇടയാകുന്നുണ്ട് ഈ ചുരുങ്ങിയ കാലയളവിൽ. അപ്പോൾ അച്ഛന് ഇനി പൊതുവേ നമ്മുടെ കേരള കരയിലുള്ള മനുഷ്യരോടും മാത്രമല്ല നമ്മളെ മലയാളികളായ വിശ്വാസികളോടും അച്ഛന് എന്താണ് ഈ പ്രദേശത്തെ പറ്റിയും പിന്നെ അച്ഛന് ഞങ്ങളോട് പറയാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ? മിഷനെക്കുറിച്ച് പൊതുവെ പറയുമ്പോൾ എല്ലാവരും വടക്കേ ഇന്ത്യയിലെ മിഷനെക്കുറിച്ചാണ് പൊതുവെ ചിന്തിക്കാറുള്ളത്. ഞാനും കേരളത്തിൽ പള്ളികളിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മിഷനിലെ കുട്ടികളോടൊക്കെ വടക്കേ ഇന്ത്യയിലെ മിഷനെക്കുറിച്ചും അവിടെ സഹായിക്കുന്നതിനെക്കുറിച്ചും അവിടെ പോകുന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇവിടെ വന്നപ്പോഴാണ് വടക്കേ ഇന്ത്യയിലെ മിഷനേക്കാളും തീക്ഷ്ണമായി മിഷൻ ചെയ്യാൻ, നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാനും വിളനിലമാകാനും പറ്റിയ നല്ല സ്ഥലങ്ങൾ ദൈവം നമുക്ക് ഇവിടെ തന്നെ ഒരുക്കി തന്നുണ്ട്. ഇത് നല്ലൊരു മിഷൻ പ്രദേശമാണ്. ഇവിടെ വന്നു പോകുന്നവർ കേരളത്തിൽ നിന്നൊക്കെ പല അച്ഛന്മാരെ മിഷനിലെ കുട്ടികൾ കുടുംബങ്ങളൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ വന്ന് വില്ലേജുകളിലൂടെയൊക്കെ പോയി അവരുടെ വിശ്വാസമൊക്കെ കണ്ട് പലരും കണ്ണു നിറഞ്ഞ് സന്തോഷത്തോടെ ഒരു പുതിയ ധ്യാനം കൂടി അനുഭവത്തിൽ തിരിച്ചു പോയെന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തിയിൽ കിടക്കുന്ന നമ്മുടെ തലശ്ശേരി രൂപതയുടെയും ബെൽത്തങ്ങാഴിയും എല്ലാം അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് ഒരു ധ്യാനം കൂടുന്ന അനുഭവം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഈ ജനത്തിൻ്റെ കൂടെ അല്പസമയം ചെലവഴിച്ച് നമ്മുടെ സഹോദരങ്ങൾ അവരുടെ വിശ്വാസം കണ്ട് അവരുടെ വിശ്വാസത്തെ ആഴപ്പെടുത്താൻ ഇവിടെ വരുന്നവരുടെ സാന്നിധ്യവും പ്രാർത്ഥനയും വാക്കുകളും ഒക്കെ ഇവരുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളൊരു വലിയ കുടുംബത്തിൻ്റെ ഭാഗമാണെന്നുള്ള തോന്നൽ അവർക്ക് ഉണ്ടാകുന്നത് പലരും വന്ന് കണ്ട് കേട്ട് ഒക്കെ പോകുമ്പോൾ. അപ്പോൾ ഒരുപാട് സന്തോഷം വെച്ചാൽ ഈ അച്ഛൻ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചു. ഞങ്ങൾ ബെൽത്തങ്ങാടിയിൽ നിന്ന് വന്നിരിക്കുന്നവരാണ്. ഞങ്ങളോടൊപ്പം സിസ്റ്റേഴ്സുണ്ട്, MSMA സിസ്റ്റേഴ്സുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും പേരിൽ അച്ഛനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ. നമ്മളോടൊപ്പം ഇനി അടുത്തതായിട്ട് നമ്മുടെ ഇവിടെ മഠത്തിൽ സേവനം ചെയ്യുന്ന നമ്മുടെ മദറുണ്ട്. അപ്പോൾ മദറിൻ്റെ കൂടെ നമുക്ക് ഒന്ന് സംസാരിക്കാം. മദറെ, അപ്പോൾ സിസ്റ്ററെ വളരെ സന്തോഷം സിസ്റ്ററിനെ പരിചയപ്പെടാൻ പറ്റി. അപ്പം സിസ്റ്ററിൻ്റെ ഇവിടുത്തെ സേവനത്തെക്കുറിച്ച് ഇപ്പം സിസ്റ്റർ ഇവിടെ ഇപ്പം വന്നിട്ട് ഒത്തിരി വർഷമായി ഇവിടെ സേവനം ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ ഹൊളഹൊന്നൂർ എന്ന് പറയുന്ന പ്രദേശത്ത് സിസ്റ്റർ സേവനം ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? 14 വർഷമായി ഇവിടെ സേവനം അനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട്. നമുക്കിവിടെ സ്വന്തമായിട്ടൊരു സ്കൂളുണ്ട്. ഓക്കെ, ഞങ്ങൾ SH കോൺഗ്രിഗേഷനാണ്. സ്കൂളിൻ്റെ പേര് സെൻറ്റ് മേരീസ് സ്കൂള്. പിന്നെ ഇവിടെ നമുക്ക് ക്രിസ്ത്യൻസ് അധികം അങ്ങനെ സ്കൂളുകളിൽ അധികം ഇങ്ങനെ പഠിക്കുന്നില്ല. നമ്മുടെ ഇടവകയിൽ കുറച്ച് പിള്ളേർ മാത്രമാണ് അവിടെ പഠിക്കുന്നത്. അപ്പം ഞങ്ങൾ അവർക്കൊരു ഫ്രീ ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷനൊക്കെ കൊടുക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ചെറിയൊരു ഡിസ്പെൻസറി ഉണ്ട്. പിന്നെ ഇടവക സേവനം, അതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ളത്. വളരെ പാവപ്പെട്ട ജനങ്ങളാണ് ഇവിടെ വിശ്വാസത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈശോയെക്കുറിച്ച് ഇങ്ങനെ അറിയാൻ വേണ്ടി ഒത്തിരി ദാഹിക്കുന്നവരാണ്. അപ്പം നേരത്തെയൊക്കെ ഇങ്ങനെ MCBSL അച്ഛന്മാരൊക്കെയാണ് ഇവിടെ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഭദ്രാവതി രൂപതയായി കഴിഞ്ഞപ്പം പല രൂപതയിൽ നിന്നുള്ള മറ്റ് അച്ഛന്മാരൊക്കെ വന്ന് സേവനം ചെയ്യുന്നു. വളരെ തീഷ്ണതയോടുകൂടെ ആഗ്രഹത്തോടുകൂടെ ഈശോയെ കേൾക്കാനായിട്ട് ജനങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ടെന്ന് പറയാമോ? മാത്രമല്ല നിങ്ങളുടെ മഠത്തിൽ എത്ര സിസ്റ്റേഴ്സ് ഇവിടെ സേവനം ചെയ്യുന്നുണ്ട്? അത് മാത്രമല്ല, ഇനിയൊരു കാര്യം കൂടി ചോദിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ നിങ്ങളുടെ കോൺഗ്രിഗേഷൻ SH കോൺഗ്രിഗേഷൻ ആണെന്ന് പറഞ്ഞു. നിങ്ങൾ ഇവിടെ എന്താണ്, കർണാടക പ്രൊവിൻസ് ആണോ, അല്ലെങ്കിൽ എവിടെ നിന്നാണ് നിങ്ങൾ സിസ്റ്റേഴ്സൊക്കെ ഇവിടെ വരുന്നതും സേവനം ചെയ്യുന്നതും? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സിസ്റ്റേഴ്സിന് ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാനൊക്കെ പ്രശ്നമുണ്ടോ? ഈ കർണാടക സാഹചര്യത്തെ ഇവിടെ നിങ്ങൾക്ക് കേരളത്തിൻ്റെതായ രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ? എങ്ങനെയാണെന്നൊന്ന് പറയാമോ? ഞങ്ങളുടെ സ്കൂളിലൊരു 1200 ചില പിള്ളേരുണ്ട്, LKG to 10th വരെ. പിന്നെ ഞങ്ങൾ സിസ്റ്റേഴ്സ് 9 പേരാണ്. അതിൽ 7 പേര് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു, 2 പേര് ഡിസ്പെൻസറിയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് സേവനം അവിടെ ഈ ഏരിയയിൽ വെച്ച് നമ്മുടെ ഒരു സ്കൂളിനെ വളരെ എല്ലാവരും ഇഷ്ടപ്പെടുന്നതും ഇവിടേക്ക് പിള്ളേരെ വിടാനായിട്ടൊക്കെ ഒത്തിരി താല്പര്യപ്പെടുന്നതാണ്.
നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചെറിയൊരു ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കാത്തിരിക്കുന്നവർ കുറേ പേരുണ്ട്. പക്ഷെ എന്നാലും കുറേ നമുക്ക് പാരൻസിൻ്റെ ഒത്തിരി സപ്പോർട്ടുണ്ട്. മറ്റ് ഇപ്പോൾ പോലീസുകാരായാലും മറ്റ് ഓഫീസേഴ്സായാലും കുറേ നമുക്ക് സപ്പോർട്ടുണ്ട്. കാരണം എഡ്യൂക്കേഷൻ അത്ര നന്നായിട്ട് കൊടുക്കുന്നതും പിന്നെ വളരെ ഡിസിപ്ലിനായിട്ട് പിള്ളേർ വളരുന്നുണ്ടെന്നും ഒരു എഡ്യൂക്കേഷനേക്കാൾ ഒരു മെയിനായിട്ട് ഇരിക്കുന്ന എൻ്റെ മക്കൾ നല്ല സ്വഭാവത്തിൽ വളർന്നു വരണമെന്നുള്ള രീതിയിലാണ്. എത്ര പാവപ്പെട്ടവരായാലും എങ്ങനെയെങ്കിലുമൊക്കെ ഇച്ചിരി ഫീസൊക്കെ കെട്ടി ഇല്ലെങ്കിൽ കുറച്ചൊക്കെ ഞങ്ങൾ ഫീസൊക്കെ ഇളച്ചു കൊടുത്തൊക്കെ അങ്ങനെ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ അവർ ഒത്തിരി നമുക്ക് സപ്പോർട്ടീവാണ്. വല്ലപ്പോഴും ഒക്കെ നമുക്ക് ചെറിയായിട്ടുള്ള ഒരു എതിർപ്പുകൾ ഉണ്ടാകാറുള്ളൂ. കാരണം നമ്മൾ മറ്റ് സ്കൂളിനെ വെച്ച് നോക്കുമ്പം നമ്മുടെ ഒരു ഇച്ചിരി ഇങ്ങനെ ഉയർന്നു വരുന്നത് കാണുമ്പം എല്ലാ തരത്തിലും കലാപരമായും കായികപരമായിട്ടും സ്റ്റഡിയിലും ഒക്കെ ആയാലും നമ്മൾ ഒത്തിരി ഉയർന്നു വരുന്നത് കാണുമ്പം മറ്റ് സ്കൂളുകാർക്ക് ഒരു ഇച്ചിരി എതിർപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ചെറിയതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. എങ്കിലും നിങ്ങൾ വളരെ സന്തോഷകരമായിട്ടാണ് നിങ്ങൾ ഇവിടുത്തെ ശുശ്രൂഷയും കാര്യമായിട്ട് മുമ്പോട്ട് പോകുന്നതെന്നാണ് സിസ്റ്റർ പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ക്രിസ്ത്യൻസ് എന്ന് മാത്രമല്ല നമ്മുടെ എല്ലാ ജാതി മതക്കാരും എല്ലാവരും ഉണ്ട് സ്കൂളിൽ. 80% അല്ല 90% അവർ തന്നെയാണ്. പക്ഷേ അവരുടെ അടുത്ത് സേവനം ചെയ്യുന്നത് ഞങ്ങളും വളരെ സാറ്റിസ്ഫൈഡാണ്. അതുപോലെ ആൾക്കാരും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഇവിടേക്ക് പിള്ളേരെ വിടാനും ഒത്തിരി താല്പര്യപ്പെടാറുണ്ട്. അപ്പോൾ വളരെ സന്തോഷം മദറെ. ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനയും ഭാവുകങ്ങളും മദറിന് നേരുകയാണ്. പ്രത്യേകിച്ച് ഈ കാലയളവിൽ ഞങ്ങളുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രാർത്ഥനയും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കുമെന്നുള്ള വലിയ ഒരു വിശ്വാസത്തോടു കൂടി ഒരുപാട് നന്ദി. ഈ ഹൊളഹന്നൂർ പ്രദേശത്തേക്ക് അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ 2 പേരും കേരളത്തിൽ താമസിക്കുന്നവരാണ്. അവർ കോഴിക്കോട് പ്രൊവിൻസ് ആണെന്നാണ് അല്ലേ? കോഴിക്കോട് പ്രൊവിൻസ് ആണ്. അപ്പോൾ കോഴിക്കോട് പ്രൊവിൻസിൽ ഉള്ള ഇവർ ഈ കർണാടകത്തിൽ സുവിശേഷവുമായി എത്തിയപ്പോൾ ഇവരുടെ ശുശ്രൂഷ ജീവിതം കർണാടകത്തിൽ നടത്തുന്നു. ബെൽത്തങ്ങാടി രൂപതയിലാണ്. പക്ഷേ അവിടത്തെക്കാട്ടിലും കുറച്ചുകൂടെ ആഴമുള്ള ഒരു പ്രദേശത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ആഴമേറിയ ഒരു വിളവെടുക്കാൻ പറ്റിയ ഒരു മണ്ണിലേക്ക് എത്തിയതിൻ്റെ ഒരു ആനന്ദം നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അപ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്തുകയും മാത്രമല്ല നിങ്ങളുടെ പ്രൊവിൻസിനെക്കുറിച്ചും നിങ്ങളുടെ കോൺഗ്രിഗേഷനെക്കുറിച്ചും ഒന്ന് പറയുകയാണെങ്കിൽ, പിന്നെ നിങ്ങൾക്കുണ്ടായ അനുഭവത്തെക്കുറിച്ചും ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് പറയാൻ സാധിക്കുന്നത് മദറെ? ഞങ്ങൾ MSMI മേരിമാത പ്രൊവിൻസ് കോഴിക്കോടുകാരാണ്. ഞങ്ങളുടെ ഹൗസ് അഡഹോളെ എന്ന സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടി ഇവിടെ വന്ന് ഈ പാവപ്പെട്ട മനുഷ്യരെ ഒന്ന് കാണുവാനും അവരുമായിട്ട് സുവിശേഷം പങ്കുവയ്ക്കുന്നത് കേൾക്കുവാൻ ഞങ്ങൾക്ക് പറയാൻ അറിയില്ലെങ്കിലും അവരുടെ എക്സ്പീരിയൻസ് അവരുടെ എക്സ്പ്രഷനൊക്കെ ഒന്ന് കാണുവാനും അവരോട് കൂടി ആയിരിക്കാനൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ധ്യാൻ സെൻ്ററൊക്കെ നടത്തുന്ന സിസ്റ്റേഴ്സാണ്. MSMI മേരിമാത പ്രൊവിൻസിൻ്റെ കീഴിലുണ്ട്, ജനറലൈറ്റ് തലത്തിലുണ്ട്. കുളത്തുവേൽ ആണ് ഞങ്ങളുടെ ഹെഡ് ഓഫീസ്. അപ്പോൾ ഞങ്ങൾ 2 സിസ്റ്റേഴ്സാണ് അവിടെ നിന്ന് വന്നിരിക്കുന്നത്, ഞാൻ സിസ്റ്റർ ആനി ജോസും. അപ്പോൾ ഞങ്ങൾക്ക് ഈ പാവങ്ങളുടെ ഇടയിൽ വന്ന് കാണുവാൻ അവരോട് ഒപ്പം ആയിരിക്കാനും സാധിച്ചത് ഒരുപാട് സന്തോഷം തോന്നി. ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്കാളും ഉപരിയായിട്ട് ഇവരോട് കൂടി ആയിരിക്കും ഇവരുടെ ദൈവാനുഭവം അല്ലെങ്കിൽ ആ ഈശോയെ കിട്ടാനുള്ളവരുടെ മനസ്സിൻ്റെ ആഗ്രഹവും ആ സന്തോഷവും ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴുള്ള അവരുടെ ആ സന്തോഷമൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിലൊരു വളരെ പ്രചോദനമായിട്ട് തോന്നുകയാണ്. ഒത്തിരി മക്കൾ ഇവിടെ ഈശോയ്ക്ക് വേണ്ടി ദാഹിക്കുന്നവരുണ്ട് എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഈ അവസരം കിട്ടിയതിന്. ബഹുമാനപ്പെട്ട ആനി ജോസ് സിസ്റ്ററിന് നമുക്ക് ഇതിനെക്കുറിച്ച് ഈ ഹൊളഹന്നൂർ പ്രദേശത്ത് എത്തിയപ്പോഴുണ്ടായ ഒരു ചെറിയ അനുഭവം ഒന്ന് സൂചിപ്പിക്കാൻ പറ്റുമോ? നമ്മുടെ യാത്രയിലുടനീളവും പ്രത്യേകിച്ച് നമ്മളിവിടെ ആയിരുന്നപ്പോൾ നമുക്ക് നാളെയൊക്കെ നടക്കാൻ ഇരിക്കുന്ന ശുശ്രൂഷകളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഭാഷയൊന്നും അറിയത്തില്ലാതെ, കന്നഡയൊന്നും പ്രത്യേകിച്ച് അറിയത്തില്ലെങ്കിൽ പോലും ഈ കർണാടക മണ്ണിൽ നിൽക്കുമ്പോൾ, ഈ ഒരു മിഷൻ പ്രദേശത്ത് നമ്മൾ നിൽക്കുമ്പോൾ സിസ്റ്ററിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ പേര് കേട്ടിട്ട് പോലുമില്ല. ചില ഇത് കേൾക്കുമ്പോൾ തന്നെ ഭദ്രാവതി എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു വരാൻ വേണ്ടി. ഒരു മിഷൻ പ്രദേശം ഇഷ്ടമായിരുന്നു. അതിനൊരു ചാൻസ് കിട്ടിയത് ജെയ്സനാണ്. ജെയ്സൻ്റെ ആ ഒരു പ്രചോദനം അറിയാതെ പെട്ടെന്ന് അത് ദൈവാനുഗ്രഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിനോട് യാത്രയിലുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ജവമാലയൊക്കെ ചൊല്ലി ഇങ്ങോട്ട് പോന്നു. ഇവരെയും സമർപ്പിച്ചു. ഇവിടെ വന്നപ്പോൾ അച്ഛനാണെങ്കിൽ ഒത്തിരി നേരത്തെ ഞങ്ങളെ വിളിക്കുകയും അച്ഛന് ഒത്തിരിയേറെ ഞങ്ങളെ കാത്തിരിക്കുകയും ചെയ്തു. എന്നിട്ട് അന്ന് തന്നെ പോകാം എന്ന് തീരുമാനിച്ചെങ്കിലും അന്ന് പോയില്ല. പക്ഷേ ഇന്നൊരു വീട്ടിൽ പോയി ഒത്തിരിയേറെ സന്തോഷം. കാരണം അവർ ഈശോയെ അറിഞ്ഞ് അവർക്കറിയാമെങ്കിൽ തന്നെയും ഏത് ഒരു അതില്ല, ഒരു പാവപ്പെട്ട ഒരു കുടുംബമായിരുന്നു. ആ കുടുംബത്തിലെ ആ ഈശോയെ അവർക്ക് അറിയാൻ വേണ്ടി ഭയങ്കര ഒരു
തീഷ്ണത അത് നമ്മളറിഞ്ഞ അനുഭവിച്ചതിനേക്കാളും തീഷ്ണതയാണ് അവർക്ക്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിലുപരി അവരോട് നല്ല സ്നേഹവും ആ വീട്ടിൽ പോകാനും അവരെല്ലാവരും സന്ദർശിക്കാനും ഒക്കെ സാധിച്ചു. അതിനൊത്തിരി ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ ഈ ഇടവകയിലെ നയിക്കുന്ന അച്ഛൻ ഒത്തിരിയേറെ തീഷ്ണതയോടും അവരെ എങ്ങനെ ദൈവത്തിലേക്ക് ഇനി അടുപ്പിക്കാം എന്നുള്ളൊരു തീഷ്ണതയിലും അതിലുപരി ഇപ്പം ദൈവത്തിന് നന്ദി പറയുന്നു, ജെയ്സിനോട് നന്ദി പറയുന്നു. അപ്പോൾ ഇത് ഒരിക്കലും ഇല്ലാതെ ഇനി ഇടയ്ക്കിടയ്ക്ക് വരണമെന്നുള്ള ഒരു ആഗ്രഹത്താലാണ് ഇരിക്കുന്നത് തന്നെ. ഇനിയും 2 മാസം കൂടുമ്പം ഇങ്ങനെ വന്ന് ഇവർക്ക് വേണ്ടി ഇപ്പം ഞങ്ങൾ പോയ ഭവനത്തിലാണെങ്കിൽ ഇപ്പം എനിക്ക് ഭാഷയൊന്നും അറിയില്ല എങ്കിലും ജെയ്സിൻ്റെ ആ സുവിശേഷ പ്രഘോഷണം കേൾക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാകും. പക്ഷേ അതിലുപരി അവർക്ക് അതിനേക്കാളും ഒത്തിരി സന്തോഷം ജെയ്സിലൂടെ അവർക്ക് സാധിച്ചു എന്ന് എനിക്ക് അതുപോലെ കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അപ്പോൾ ദൈവത്തിന് നന്ദി. നമുക്ക് വലിയൊരു അവസരം ദൈവം ഒരുക്കി തന്നു. അതിനുവേണ്ടി ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ കൂടെ ഇവരെല്ലാവരും ഉണ്ട്. നമുക്കറിയാം ഇവിടെ അച്ഛന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു പ്രദേശമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇതൊരു ഡാമാണ്. ഈ ഡാമിൻ്റെ ഒരു ചെറിയ ചാനൽ ഒഴുകുന്ന ഒരു സ്ഥലമാണിത്. ഇത് ഈ ഹൊളയന്നൂർ പ്രദേശത്ത് ഒരു വില്ലേജിൻ്റെ ഒരു സറൗണ്ടിങ് ചിത്രമാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് ഓർക്കുക. ബഹുമാനപ്പെട്ട ടോമി അച്ഛനുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ മദർ സുപ്പീരിയറുണ്ട്, പിന്നെ അത് തന്നെയല്ല MSMയിലെ മദറുണ്ട്, പിന്നെ നമ്മുടെ സിസ്റ്ററുണ്ട്. ഇവരെല്ലാവരും കൂടെ എനിക്കും ഇവരുടെ കൂട്ടത്തിലൊരു വലിയ സൗഭാഗ്യം കിട്ടി. അപ്പോൾ അതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒപ്പം നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു.